ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഫെഡ് റിസർവ് പലിശ നിരക്ക് പ്രതീക്ഷ നിലനിർത്തുമോ? കാർഷിക ഉൽപ്പന്നങ്ങളിലെ മുന്നേറ്റം എത്ര നാൾ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. US ഫെഡ് റിസർവ് ഈ മാസം പലിശ നിരക്ക് കുറച്ചേക്കും. ആഗോള വിപണികളുടെ ചലനത്തിലും പുതിയ പണനയത്തിലും ഒരു പുതിയ ഘട്ടത്തിന് ആരംഭം കുറിക്കുമെന്നാണ് പ്രതീക്ഷ. ഫെഡ് റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് സാമ്പത്തിക മേഖല. സെപ്റ്റംബർ 17-നും 18-നും നടക്കുന്ന US ഫെഡറേഷന്റെ നയക്രമീകരണ യോഗത്തിൽ US സെൻട്രൽ ബാങ്ക് നിരക്കുകൾ 25 ബേസിസ് പോയിന്റ് കുറച്ചേക്കുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. വിപണിക്ക് പൊതുവെ നല്ല വാർത്തയാണ് നിരക്കുകൂട്ടൽ. എന്നാൽ ഇത്തവണ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ തോതും വിപണിയെ സ്വാധീനിക്കും. 50 ബേസിസ് പോയിന്റ് കുറയ്ക്കുമെന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ ആഴത്തിലുള്ള നിരക്ക് കുറയ്ക്കൽ US സമ്പദ് വ്യവസ്ഥയിലെ കടുത്ത സമ്മർദ്ദത്തെ സൂചിപ്പിക്കുമെന്നും ഇത് വിപണിയിലെ നെഗറ്റീവ് പ്രതികരണത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് എതിർവാദം. റീറ്റെയിൽ പണപ്പെരുപ്പം 2% നിയന്ത്രിക്കുകയാണ് ഫെഡറൽ റിസർവിന്റെ ലക്ഷ്യം. മുൻമാസങ്ങളിൽ 4%-നും മുകളിലായിരുന്ന പണപ്പെരുപ്പം കഴിഞ്ഞ 2 മാസമായി 3%-ന് താഴെയാണ്. ഓഗസ്റ്റിൽ ഇത് 2.5% അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ പണപ്പെരുപ്പം 2%-ലെത്തുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്ന് ഫെഡറൽ റിസർവ് മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പണപ്പെരുപ്പം കുറഞ്ഞു തുടങ്ങിയതിനാൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും ഉയർന്നതാണ്. സ്വർണ്ണവില കുതിച്ചുയരാൻ തുടങ്ങി. ആഗോള വിപണിയിലെ ചലനങ്ങളിൽ പിടിവിട്ടു പോകുമോ സ്വർണ്ണവില? രാജ്യാന്തര സ്വർണ്ണവില കുതിച്ചത് കേരളത്തിലും അലയടിക്കുകയാണ്. അമേരിക്കയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണം. ഓണത്തിന് 2 നാൾ ശേഷിക്കെ സ്വർണ്ണവില പവന് 54,600 രൂപയിലെത്തി. ഗ്രാമിന് 6,825 രൂപയാണ് നിരക്ക്. അന്താരാഷ്ട്ര വിലയിൽ സ്വർണം ട്രോയ് ഔൺസിന് $2,565. റീറ്റെയിൽ പണപ്പെരുപ്പം 2% നിയന്ത്രിക്കുകയാണ് അമേരിക്കൻ ഫെഡ് റിസർവിന്റെ ലക്ഷ്യം. അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ പണപ്പെരുപ്പം 2%-ലെത്തും വരെ കാത്തിരിക്കില്ലെന്നാണ് ഫെഡറൽ റിസർവ് വ്യക്തമാക്കിയിട്ടുള്ളത്. പലിശയിൽ ചെറിയ കുറവുണ്ടായാൽ പോലും രാജ്യാന്തര സ്വർണ്ണവില കുതിച്ചുയരും. ഈ പ്രതീക്ഷകളാണ് സ്വർണ്ണവിലയ്ക്ക് അതിവേഗം കുതിക്കാൻ ശക്തി പകരുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം കാർഷിക കേരളം ഉത്സവലഹരിയിൽ. ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാൻ ആവേശത്തിലാണ് കർഷകരും ഇടനിലക്കാരും. കേരളം ഓണാഘോഷത്തിലേക്ക് കടന്നപ്പോൾ കാർഷിക മേഖലയിൽ വിൽപ്പന മുന്നേറ്റമുണ്ടായി. റബ്ബർ വിപണി ഉയർന്ന റേഞ്ചിൽ തുടരാൻ സാധ്യതയുണ്ട്. നാളികേര കർഷകരെ സീസൺ കനിഞ്ഞില്ല. മഴ മാറി കാലാവസ്ഥ അല്പം തെളിഞ്ഞതിനിടയിൽ റബ്ബർ ടാപ്പിംഗ് ഊർജിതമായി. ചിങ്ങം 2ാം പകുതിയിൽ മാത്രമാണ് തോട്ടപ്പണികൾ നടന്നത്. വരും മാസങ്ങളിൽ ടാപ്പിംഗ് ഭേദപ്പെടുമെന്ന വിശ്വാസത്തിലാണ് റബ്ബർ കർഷകർ. കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന തായ്ലൻഡിൽ മഴ കാരണം ടാപ്പിംഗ് നിർത്തി. ഷിപ്മെന്റുകൾ കൃത്യമായി നടന്നില്ലെങ്കിൽ ആഗോള റബ്ബർ വ്യവസായ മേഖല കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരും. ചൈനയിലെ റബ്ബർ ക്ഷാമം ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് വാരാന്ത്യത്തിൽ വാങ്ങൽ താൽപര്യം ശക്തമാക്കി. ചൈന, സിംഗപ്പൂർ വിപണികളിലും റബ്ബർ നേട്ടത്തിലേക്ക് തിരിഞ്ഞത് കണക്കിലെടുത്താൽ വിപണി താൽക്കാലികമായി ഉയർന്ന റേഞ്ചിൽ തുടരാം. നാളികേര കർഷകർക്ക് ഓണം കനിഞ്ഞില്ലെങ്കിലും വ്യവസായികൾ വെളിച്ചെണ്ണ പരമാവധി ഉയർന്ന വിലയിൽ വിറ്റഴിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. സ്റ്റോക്ക് വിറ്റുമാറാൻ മില്ലുകാർ നടത്തിയ നീക്കം കർഷകർക്ക് തിരിച്ചടിയായി. മുഖ്യ വിപണികളിൽ എണ്ണവില ഉയർന്നെങ്കിലും കൊപ്ര ശേഖരിക്കാൻ മില്ലുകാർ തയ്യാറായില്ല. പച്ചതേങ്ങയും കൊപ്രയും താഴ്ന്ന വിലയായിരുന്നു. ഓണത്തിന് ശേഷം എണ്ണ വിപണിയിൽ തിരുത്തൽ വരാം. ഇതിനിടയിൽ വിദേശ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി വർദ്ധിച്ചാൽ സ്ഥിതിഗതി കൂടുതൽ സങ്കീർണമാകും. കരുതൽ ശേഖരത്തിൽ സൂക്ഷിച്ച കുരുമുളക് ചരക്ക് ഓണാവശ്യത്തിനായി കർഷകർ വിപണിയിലിറക്കി. ഇതോടെ ഉത്തരേന്ത്യൻ വാങ്ങലുകാരും ഉത്സാഹിച്ചു. ദീപാവലി സീസൺ മുന്നിൽ കണ്ടാണിത്. ഇതിനിടയിൽ വാരത്തിന്റെ 2ാം പകുതിയിൽ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ മുളക് അന്തർ സംസ്ഥാന വ്യാപാരികൾ ശേഖരിച്ചു. ഹൈറേഞ്ച് മുളകിന് വടക്കേ ഇന്ത്യയിൽ ആവശ്യക്കാർ കൂടുതലാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 66,100 രൂപ. ഇഞ്ചി കർഷകർ സീസണിന് മുന്നേ വിളവെടുത്തു. ഓണവിപണിയിൽ പച്ചയിഞ്ചിക്ക് കൂടുതൽ ആവശ്യക്കാർ എത്തിയത് വ്യാപാര രംഗം ചൂടുപിടിക്കാനിടയാക്കി. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കൃഷി വകുപ്പ്
പുതിയ ഇഞ്ചി വിളവെടുപ്പിനും ആഹ്വാനം നൽകി. മധ്യകേരളത്തിലെ കർഷകരിൽ നിന്നാണ് ഓണച്ചന്തയിലേക്ക് ആവശ്യമായ ഇഞ്ചി ശേഖരിച്ചത്. ചുക്കുവില കിലോ 360 രൂപയാണ്. മലയോര മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഏലക്ക വിളവെടുപ്പ് നടന്നു. ചെറിയ തോതിലാണെങ്കിലും മൂപ്പെത്തിയ ഏലക്ക പറക്കാൻ ചെറുകിട കർഷകർ ഉത്സാഹിച്ചു. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നും ചെറിയ അളവിൽ പുതിയ ചരക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഏലക്ക സംസ്കരണത്തിന് കാലതാമസം നേരിടാം. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡറുകൾ മുൻനിർത്തി പ്രമുഖ കയറ്റുമതിക്കാർ ലേലകേന്ദ്രങ്ങളിൽ സജീവമായിരുന്നു. ഉത്തരേന്ത്യക്കാരും ഉത്സാഹിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 2200 രൂപ റേഞ്ചിൽ നീങ്ങി. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. പുതിയ വാണിജ്യ ഇലക്ട്രിക് 4-വീൽ ചരക്ക് വാഹനവുമായി എത്തുകയാണ് മഹീന്ദ്ര. ഈസിയോ ഒക്ടോബർ 3 ലോഞ്ച് ചെയ്യും. പരമ്പരാഗത ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ശക്തമായ ഇലക്ട്രിക് ബദലാകാൻ മഹീന്ദ്ര ഈസിയോയുമായി എത്തുന്നു. പരിസ്ഥിതി സൗഹൃദ കാഴ്ചപ്പാടാണ് പുതിയ വാഹനത്തിലൂടെ മഹീന്ദ്ര മുന്നോട്ട് വയ്ക്കുന്നത്. ഒറ്റ ചാർജിൽ ഏകദേശം 200 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനിയുടെ ഉറപ്പ്. ലോക EV ദിനമായ സെപ്റ്റംബർ 9 മഹീന്ദ്ര ഈസിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. നൂതന ഹൈ വോൾട്ടേജ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മികച്ച ഊർജ്ജ കാര്യക്ഷമത, ഉയർന്ന റേഞ്ച്, വേഗതയേറിയ ചാർജിംഗ് സമയം എന്നിവ ഈസിയോയുടെ പ്രത്യേകതയാണ്. അപ്പാച്ചെ RR 310 ബൈക്കിന്റെ പുതിയ വേർഷൻ TVS ഉടൻ വിപണിയിലെത്തിക്കും. 2018 പുറത്തിറക്കിയ അപ്പാച്ചെ RR 310 സെഗ്മെന്റിലെ സ്പോർട്സ് ബൈക്കുകളിൽ ഒന്നാണിത്. TVSൽ നിന്നുള്ള മുൻനിര മോട്ടോർ സൈക്കിളിന്റെ ഒരു ടെസ്റ്റ് മ്യൂൾ അടുത്തിടെ കമ്പനിയുടെ ഹൊസൂരിലെ നിർമ്മാണ കേന്ദ്രത്തിൽ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയിരുന്നു. പുതിയ വിംഗ്ലെറ്റ്സ് അപ്പാച്ചെ RR 310 ബൈക്കിന്റെ എയറോഡൈനാമിക്സ് മെച്ചപ്പെടുത്തും. ഈ അപ്ഡേറ്റ് മികച്ച പ്രകടനത്തിന് കാരണമാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. സാധാരണയായി ബൈക്കുകളിൽ വരുന്ന ഡൗൺ ഫോഴ്സ് കുറയ്ക്കുക എന്നതാണ് വിംഗ്ലെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ഫ്ലോട്ടിംഗ് ടെയിൽ സെക്ഷൻ, ട്വിൻ LED ടെയിൽ ലാമ്പുകൾ, സ്പ്ലിറ്റ് പില്യൺ ക്രാബ് റെയിലുകൾ, സ്പ്ലിറ്റ് സ്റ്റൈൽ സീറ്റുകൾ, അപ്സെറ്റ് എക്സ്ഹോസ്റ്റ്, ഫെയർ ബോഡി, റിയർ ടയർ ഹഗ്ഗർ തുടങ്ങിയ ഹൈലൈറ്റുകളോടെയാണ് അപ്പാച്ചെ RR 310 വിപണിയിലെത്തുക. സ്മാർട്ട് ഫോൺ ആരാധകർക്കായി OnePlus 13 വരുന്നു. ഒക്ടോബറിൽ ഫോൺ ചൈനീസ് വിപണികളിലെത്തും. മൊബൈൽ ഫോൺ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഡലാണ് OnePlus 13. ഒക്ടോബറിൽ നടക്കുന്ന വാർഷിക സ്നാപ്ഡ്രാഗൺ ഉച്ചകോടിയിലാണ് OnePlus 13 മുഖം വെളിപ്പെടുത്തുക. ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 8 Gen 4 ചിപ്സെറ്റാണ് ഈ മോഡലിൽ ഉണ്ടാകുക. ഏറ്റവും അത്യാധുനിക പ്രോസസ്സറുമായി എത്തുന്ന പുതിയ മോഡൽ 2024 പുറത്തിറങ്ങിയ മറ്റെല്ലാ സ്മാർട്ട് ഫോണുകളെയും പിന്നിലാക്കുമെന്നാണ് പ്രതീക്ഷ. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറും ഇതിലുണ്ടാകും. 6.8 ഇഞ്ച് 2K AMO LED ഡിസ്പ്ലേയും ഫോണിന്റെ പ്രത്യേകതയാണ്. വരുന്ന ഡിസംബറിലോ ജനുവരിയിലോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് സൂചന. സോണി PS5 പ്രോയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. സവിശേഷതകളും വിലയും നോക്കാം. ഗെയിമർമാരെ പൂർണ്ണമായും സംതൃപ്തരാക്കുന്നതാണ് പുതിയ മോഡൽ എന്നാണ് വിലയിരുത്തൽ. മെച്ചപ്പെടുത്തിയ ഗ്രാഫിക്സ്, വേഗതയേറിയ പ്രകടനം, സുഗമമായ ഗെയിം പ്ലേ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സോണി ഔദ്യോഗികമായി PlayStation 5 Pro പ്രഖ്യാപിച്ചത്. PS5 Proയുടെ മികച്ച സവിശേഷതകളിൽ ഒന്ന് അതിന്റെ നവീകരിച്ച ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് ആണ്. നൂതന റേ ട്രേസിംഗ് സാങ്കേതിക വിദ്യയുമായാണ് PS5 Pro വരുന്നത്. സോണി ഇതുവരെ ഔദ്യോഗിക വില പങ്കിട്ടിട്ടില്ല. വിനോദവാരം. ഓണചിത്രങ്ങളില്ലെങ്കിലും താരരാജാക്കന്മാർ പുതിയ പ്രൊജക്ടുകളിൽ. മോഹൻലാലിന്റെ ആദ്യ സംവിധാനം ബറോസ്, പുറകെ എമ്പുരാൻ, മമ്മൂട്ടിയുടെ ആക്ഷൻ ത്രില്ലർ ബസൂക്ക, ഒപ്പം ഡൊമിനിക്കും. ഓണം പിടിക്കാനില്ലെങ്കിലും ഈ കാത്തിരിപ്പ് വെറുതെയാകില്ലെന്നാണ് സിനിമാ പ്രേക്ഷകർ പറയുന്നത്. മോഹൻലാലിന്റെ റിലീസ് മാറ്റിവെച്ച 3D ഫാന്റസി ചിത്രമാണ് ബറോസ്. ഇന്ത്യൻ സിനിമയായാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഹോളിവുഡിൽ നിന്നുള്ള ടെക്നീഷ്യൻ ടീം എന്നതും പ്രതീക്ഷ ഉയർത്തുന്നതാണ്.
ഒന്നാം പാർട്ട് കൊണ്ട് ഞെട്ടിച്ച ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ ചിത്രീകരണത്തിലാണ്. ആദ്യ ഭാഗം പ്രേക്ഷകർക്ക് നൽകിയ ആവേശം ഒട്ടും കൈമോശം വരുത്തില്ല എമ്പുരാൻ എന്നാണ് സിനിമാ ലോകം കണക്കാക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കിടിലൻ ലുക്കിലും മാസ് ഡയലോഗുകളുമായാണ് ബസൂക്കയുടെ ടീസർ പുറത്തിറങ്ങിയത്. ഒരു ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രമാണ് ബസൂക്ക. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തുകളിലൊരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ബസൂക്കയുടെ സംവിധായകനായ ഡിനോ ഡെന്നിസ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഗൗതം മേനോന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയുടെ ഡിറ്റക്റ്റീവ് റോൾ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന 6ാമത്തെ സിനിമയാണിത്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം. മെഗാസ്റ്റാറുകളുടെ അത്യുഗ്രൻ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഇനി പ്രധാന ഇവന്റുകൾ. 22 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാമേശ്വരത്ത് വീണ്ടും തീവണ്ടി കൂകിപ്പായും. പണി പൂർത്തിയാക്കിയ പുതിയ റെയിൽപാത ഒക്ടോബർ 2-നാണ് ഉദ്ഘാടനം. പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാത രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായിരുന്നു. 1914 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. എന്നാൽ പ്രായാധിക്യം ബാധിച്ച പാത മാറ്റി പുതിയ റെയിൽപാത ഒക്ടോബർ 2-ന് സഞ്ചാരയോഗ്യമാകും. 535 കോടി രൂപ ചെലവിലാണ് പാലം പണിതത്. 2.5 കിലോമീറ്ററാണ് പാലത്തിന്റെ ദൈർഘ്യം. 18.3 മീറ്റർ നീളമുള്ള 200 സ്പാനുകളാണ് ഇതിനുള്ളത്. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ് പാമ്പനിലേത്. 2 വശത്തേക്കും ചെരിഞ്ഞു പൊങ്ങുന്ന സംവിധാനമായിരുന്നു പഴയ പാലത്തിന്റേത്. പുതിയ പാലം തുറക്കുന്നതോടെ കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള തീവണ്ടികൾ രാമേശ്വരം വരെ സർവീസ് നടത്തും. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.